കടുത്ത വേനലിനെ തുടർന്ന് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നു. അന്യസംസ്ഥാനങ്ങളുമായുള്ള ബാങ്കിംഗ് കരാറിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്ന് 200 മെഗാവാട്ടിന്റെ കരാർ കൂടി അവസാനിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ 400 മെഗാവാട്ടിന്റെ കുറവാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുക. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാമപ്രസാദ്, സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എല്ലായിടങ്ങളിലും വൈദ്യുതി ഉപഭോഗം കൂടുകയാണ്. വീടുകളിലായാലും ഒക്കെ തന്നെ ഫാൻ അടക്കമുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഉപഭോഗം കൂടുന്നു. അങ്ങനെ സ്വാഭാവികമായും കറണ്ടിൻ്റെ ഉപയോഗം കൂടുന്നു. അന്യ സംസ്ഥാനങ്ങളുമായുള്ള ബാങ്കിംഗ് കരാറിൻ്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയും ചെയ്യുന്നു. അതായത് 200 മെഗാവാട്ടിൻ്റെ കരാർ കൂടി അവസാനിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ വലിയ കുറവ് തന്നെ സംസ്ഥാനത്ത് വൈദ്യുതിയുടെ അളവിലുണ്ടാകുന്നു. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ ശ്യാമപ്രസാദ്? വിനോദ, സംസ്ഥാനം വെന്തുരുക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് വൈദ്യുതി ഉപഭോഗത്തിലും വളരെ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് പ്രധാനമായും വൈദ്യുതി വകുപ്പിൻ്റെ പല കരാറുകളും റദ്ദാക്കപ്പെടുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കരാറുകൾ റദ്ദാക്കപ്പെടുന്നതിന് പ്രധാനപ്പെട്ടൊരു കാര്യം ബാങ്കിങ് കരാറുകളാണ് നിലവിൽ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. ബാങ്കിങ് കരാർ എന്ന് പറയുന്നത് നമുക്ക് സംസ്ഥാനത്തിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അതിൽ എക്സസായി വരുന്ന വൈദ്യുതികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഈ വൈദ്യുതികൾ തിരികെ വാങ്ങി ഉപയോഗിക്കുന്ന കരാറാണ് ഇപ്പോൾ കേരളം അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 200 മെഗാവാട്ടിൻ്റെ കരാർ കാലാവധി അവസാനിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും 200 മെഗാവാട്ടിൻ്റെ മറ്റൊരു കരാർ കാലാവധി കൂടി ഇന്ന് അവസാനിക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. അങ്ങനെ ആകെ മൊത്തം 400 മെഗാവാട്ടിൻ്റെ ഒരു കരാർ കാലാവധിയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടി അവസാനിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കരാർ കാലാവധി അവസാനിക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കടക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ വൈദ്യുതി വകുപ്പ് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകുമോ എന്നുള്ളൊരു ഘട്ടത്തിൽ കൂടി നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് വൈദ്യുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കൂടുകയാണ്. ഇവിടുത്തെ കൂടുതൽ വൈദ്യുതി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുവാനുള്ള സാഹചര്യം രൂപപ്പെടുകയാണ്. ഇനിയും വൈദ്യുതി ഉപയോഗത്തിൽ കൂടുതൽ നിയന്ത്രണത്തിന് സാധ്യത, ഒരു പക്ഷേ വൈദ്യുതി നിരക്കിൽ പോലും വർധനവിന് സാധ്യത കാണുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്യാമപ്രസാദ്.